ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറച്ച് ക്രിസ്റ്റൽ വെയറാണ്. അപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ സാധാരണ അതിനെ ക്ലീൻ ചെയ്യുക. ഞാൻ ഇന്നിപ്പോൾ എല്ലാം ഡിഷ് വാഷറിൽ വെച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഡിഷ് വാഷറിൽ നല്ലതുപോലെ ഒന്നൊരു ഡ്രൈ ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കാറുണ്ട്. ലൈറ്റ് ഏതെങ്കിലും ഡിഷ് വാഷ് ഉപയോഗിച്ചാണ് ഞാനത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ഒക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ജോലി അതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ തന്നു. കാണാവോ? നമുക്ക് വന്നോളൂ. ഈ ഒരു പീസ് ഞാൻ 15 വർഷമെങ്കിലും ആയിക്കാണ് ഞാൻ വാങ്ങിച്ചിട്ട്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീസാണ്. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഞാനിതിൽ വിളമ്പാറുള്ളൂ, അല്ലെങ്കിൽ ഗസ്റ്റുകളുള്ളപ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു പീസ്. ഈ പീസ് ഒരു വാസാണ്. ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കാം, സെൻറ്റർ പീസായിട്ടൊക്കെ വയ്ക്കാം. ഡിന്നർ ഒക്കേഷൻസൊക്കെ ഉള്ളപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഓർണമെൻ്റായിട്ട് വയ്ക്കാം. അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷമെങ്കിലും ആവും കേട്ടോ. ഇതിൻ്റെ 6 പീസിൻ്റെ ഒരു സെറ്റാണ്. ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെയും 6 പീസുണ്ട്. ഈ 6 പീസും വൈൻ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്രിസ്റ്റൽ വെയറാണ്. ഇതും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പീസാണ്. ഇതും ഒരുപാട് വർഷങ്ങളായി ഞാൻ വാങ്ങിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പീസ്, ഇതിൻ്റെ 3 പീസ് ഉണ്ടായിരുന്നു. ഇതും ഒരു 10-25 വർഷത്തോളം ആയിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട്. അപ്പോൾ ഇത് നോർമലി ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്വീറ്റ്സൊക്കെ ഡിന്നർ ടേബിളിൽ വെക്കാനുള്ള ഒരു വളരെ മനോഹരമായ ഒരു പീസാണ്. അപ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ ഈ പീസും, ഇതും വളരെ മനോഹരമായ ഒരു പീസാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 10-25-26 വർഷമൊക്കെ ആവും വാങ്ങിയിട്ട്. ഇത് ഞങ്ങൾ പറഞ്ഞതുപോലെ വൈൻ കുടിക്കാനോ അല്ലെങ്കിൽ കോക്ടെയിൽസൊക്കെ കുടിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഗസ്റ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കബഡിൻ്റെ അകത്ത്, എൻ്റെ ക്രോക്കറി ഷെൽഫിൻ്റെ അകത്ത് ഇത് തിരിച്ച് വെക്കണം കേട്ടോ. തിരിച്ച് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. എനിക്കുള്ളത് ഒരുപാട് വലിയ ക്രോക്കറി ഷെൽഫൊന്നും അല്ല. ഇതിൻ്റെ അകത്തില്ലേ, ഞാൻ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു. ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക, ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.